السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെപ്പറ്റിയാണ് ഈ ആയത്തുകൾ ഇനിയും തുടരുന്ന കുറച്ച് ആയത്തുകളും കൂടി വിവരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹം എന്ന് പറയുന്ന ഇസ്രായേൽ സമൂഹത്തിലുള്ള ഒരു പണ്ഡിതനും തൗറാത്ത് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനും വളരെ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി ജീവിച്ചിരുന്ന ആളുമായിരുന്നു ഖാറൂൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുനവ്വിർ എന്നായിരുന്നു, പ്രകാശം നൽകുന്നവൻ എന്നൊക്കെയായിരുന്നു. നൂറ് എന്നും മുനവ്വിർ എന്നുമൊക്കെ അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു. അതിന് മാത്രം പ്രകാശം കിട്ടുകയും ജനങ്ങൾക്ക് പ്രകാശം നൽകുകയും ചെയ്യുന്ന ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അമ്മായിരുന്നു, അതായത് പിതൃവ്യന്മാരിൽ ഒരാളായിരുന്നു എന്നും പുത്രന്മാരിൽ ഒരാളായിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ മൂത്താപ്പയുടെയോ എളാപ്പയുടെയോ മകനോ അല്ലെങ്കിൽ മൂത്താപ്പയോ എളാപ്പയോ ഒക്കെ ആയിരിക്കാം. ചരിത്രാതീത കാലത്ത് ജീവിച്ചൊരു മനുഷ്യനായതുകൊണ്ട് ചെറിയ അത്തരത്തിലുള്ള കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. എന്തായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബ ബന്ധുക്കളിൽപ്പെട്ട ഒരാളാണ്, അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പിന്നീട് കപടവിശ്വാസിയായി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മതം മാറിപ്പോയി, അതായത് ധിക്കാരിയായി പോയ സംഭവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അറിയുന്നു, സാമിരി ബിംബാരാധകനായി മാറി. ഇദ്ദേഹം ഇതുപോലെ
ധിക്കാരിയായി. അള്ളാഹു അദ്ദേഹത്തിന് പരീക്ഷണമായിട്ട് സമ്പത്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ സാമർഥ്യവും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുമൊക്കെ കണ്ടപ്പോൾ ഫിറഔൻ അദ്ദേഹത്തെ ഇസ്രായേലിയരിൽ നിന്ന് അടർത്തിയെടുത്ത് തൻ്റെ സ്വന്തക്കാരനാക്കി മാറ്റി എന്നും അങ്ങനെ ഫിറഔനിൻ്റെ ആ ഒരു കൊട്ടാരത്തിലെ സഹവാസം കൊണ്ട് അദ്ദേഹത്തിന് സമ്പത്ത് കൂടിയെന്നും സമ്പത്ത് കൂടിയപ്പോൾ അദ്ദേഹം അഹങ്കരിക്കുകയും മൂസാ നബി അലൈഹി സ്വലാമയെ തള്ളിപ്പറയുകയും ചെയ്തു എന്നൊക്കെ ഇബ്നു കസീർ റഹിമഹുള്ള ചരിത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതേ അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയുന്ന വിശ്വാസയോഗ്യമായ കാര്യങ്ങളുള്ളൂ. പിന്നെ കുറേ കെട്ടുകഥകളാണുള്ളത്. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിൽപ്പെട്ടയാളാണ് എന്ന് ഖുർആൻ വ്യക്തമായി ഈ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖാറൂൻ. എന്നാൽ ഖുർആനിൽ മറ്റു സൂറത്തുകളിൽ ഖാറൂന്, ഹാമാന് എന്ന് തുടങ്ങിയ മഹാധിക്കാരികൾ, ഫിർഔൻ, ഖാമൂൻ, ഹാമാൻ എന്ന ആ ത്രയങ്ങളെപ്പറ്റി വേറെയും ധിക്കാരികളെപ്പറ്റി പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 3 ആളുകൾ: ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ. ഫിർഔൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സാക്ഷാൽ ഫിർഔൻ, റംസീസ് രണ്ടാമൻ. പിന്നെ ഖാറൂന്, അത് മൂസാ നബിൻ്റെ കുടുംബത്തിൽപ്പെട്ട കോപ്റ്റിക് വർഗത്തിൽ പെടാത്ത ഇസ്രായേൽ സമൂഹത്തിൽ പെട്ട ആളായിരുന്നു. പിന്നെ ഹാമാൻ, അവനും ഫിറഔൻ്റെ വസീറായിരുന്ന ആ വർഗത്തിൽ തന്നെ പെട്ട ഒരാളായിരുന്നു. അപ്പോൾ അവരെ ആ ഒരു ത്രയങ്ങളെ ധിക്കാരത്തിൻ്റെ മാതൃകകളായി അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇവൻ ധിക്കാരിയായി മാറാൻ കാരണം ആബിദും ആലിമും ആയിട്ട് പോലും പണത്തിനോടുള്ള കൊതി വർദ്ധിക്കുകയും സമ്പത്ത് കൊണ്ട് മതിമറക്കുകയും ചെയ്തു എന്നതായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തെ ഈജിപ്തിൽ അൽ ഫയൂം എന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തോടുകൂടി അദ്ദേഹത്തെ അള്ളാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് കാലാകാലത്തും സമ്പത്ത് കൊണ്ട് ധിക്കാരം കൂടിയാൽ അള്ളാഹു തആല ചവിട്ടിത്താഴ്ത്തും എന്ന ഒരു സന്ദേശം ഈ ആയത്തുകളിൽ കൂടി അള്ളാഹു നൽകുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. പച്ചയായി തന്നെ ഖുർആൻ പറഞ്ഞു. ഖാറൂൻ കാന മിൻ ഖൗമി മൂസ, മൂസായുടെ ഖൗമിൽപ്പെട്ടയാളായിരുന്നു. മൂസായുടെ ആ സമൂഹത്തിൽ, അതായത് ഇസ്രായേൽ സമൂഹത്തിൽ, അതാണ് ഖൗമു മൂസാറിൻ്റെ ഈസാ നബിയുടെ ജനങ്ങളാണ്, മൂസാ നബിയുടെ ഇസ്രായേൽ സമൂഹമാണ്. അവരെപ്പറ്റി വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവരേക്കാളും നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ വിഭാഗമാണ് യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ. അള്ളാഹു ഒരുപാട് അനുഗ്രഹം നൽകിയതും ലോകത്തിലുള്ള എല്ലാവരേക്കാളും നിങ്ങളെ ശ്രേഷ്ഠരാക്കിയതും നിങ്ങൾ ഓർക്കണം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ ഇസ്രായേൽ സമൂഹത്തിലായിരുന്നു കാന മിൻ ഖൗമി മൂസ, മൂസായുടെ സമൂഹത്തിലായിരുന്നു ഖാറൂൻ ഉണ്ടായിരുന്നത്. ഫബഗാ അലൈഹിം, പിന്നീട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖൗമിനെതിരിൽ അദ്ദേഹം അതിക്രമം പ്രവർത്തിച്ചു. ബഗാ, തൊഗാ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിക്രമം കാണിക്കുക എന്നൊക്കെ. എല്ലാ ഇന്നൽ ഇൻസാന ലയത്തുഗാ എന്ന് പറഞ്ഞല്ലോ, തൊഗാ. അതുപോലെ ബഗാ എന്നൊക്കെ പറഞ്ഞാൽ അതിക്രമം കാണിച്ചു എന്ന്. ഫബഗാ അലൈഹിം, മൂസാ നബിയുടെ ഖൗമിനെതിരിൽ, ബനു ഇസ്രായേലിനെതിരിൽ അതിക്രമം കാണിച്ചു. പിന്നെ ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തിരുന്നു. ആതൈന, നാം നൽകി. ആത്തിന, ഞങ്ങൾക്ക് നൽകണമേന്ന. ആത്തിന എന്ന് പറഞ്ഞു. ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. മിനൽ കുനൂസി, കെൻസുകളിൽ നിന്ന്. കെൻസ് നിധി. മിനൽ കുനൂസി, നിധിയിൽ നിന്ന്. മാ ഇന്ന മഫാത്തിഹു, അദ്ദേഹത്തിൻ്റെ മിഫ്താഹുകൾ, താക്കോലുകൾ. ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, ശക്തന്മാരായ ഒരു സംഘത്തിന് താങ്ങാൻ മാത്രം ഭാരമുള്ളതായിരുന്നു എന്ന്. അത്രയധികം സമ്പത്ത് നിധികൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. കൻസ് എന്ന് പറഞ്ഞാൽ നിധിയാണ്, അതിൻ്റെ ബഹുവചനമാണ് കുനൂസ്. അദ്ദേഹത്തിന് ആതൈനാഹു മിനൽ കുനൂസി, നിധികളിൽ നിന്ന് അദ്ദേഹത്തിന് നാം നൽകി. മാ ഇന്ന, മാ അത്ര, എത്ര,
ഇന്ന മഫാത്തിഹു അവൻ്റെ താക്കോലുകൾ ലതനൂ ബിൽ ഉസ്ബ ഒരു സംഘത്തിന് വഹിക്കാൻ ഭാരമുണ്ടായിരുന്നു. യനു ഭാരിച്ചിരുന്നു, ഒരു സംഘത്തിന് ഭാരം തോന്നിയിരുന്നു. ഉലിൽ കുവ്വത്തി ശക്തന്മാരായ ഒരു സംഘത്തിന് ഭാരം തോന്നിയിരുന്നു. അതിനു മാത്രം താക്കോലുണ്ടെങ്കിൽ ആ താക്കോലിൻ്റെ ഖജനാവ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാമല്ലോ. ഇത് ഖാല ലഹു ഖൗമുഹു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖൗമ് അയാളോട് പറഞ്ഞു. ഖൗമുഹു എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ ഖൗം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്റഹ് നീ അമിതമായി ആഹ്ലാദിക്കരുത്. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്ന് തന്നെയാണ്. നമുക്ക് സന്തോഷിക്കാം, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നീ സന്തോഷിക്കരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമിതമായി സന്തോഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ലാ തഫ്റഹ് നീ അമിതമായിട്ട് ആഹ്ലാദിക്കരുത്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ അമിതമായി ആഹ്ലാദിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ആ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം അതിന് മാത്രം ഇസ്രായേലിയർ അത്ര നല്ല ആളുകളൊന്നും ആയിരുന്നില്ല എന്നിട്ടും അവരെക്കാളും മോശമായി സമ്പത്ത് കൊണ്ട് ആഹ്ലാദിച്ചപ്പോഴാണല്ലോ ലാ തഫ്റഹ് എന്ന് ഖൗമ് പറയുന്നത്. അവർ പൊതുജനം അമിതമായിപ്പോയി, പരിധി വിട്ടുപോയി എന്ന് പറയാൻ മാത്രമുള്ള ആ ആർഭാട ജീവിതം അദ്ദേഹം നയിച്ചിരുന്നു. അള്ളാഹു സന്തോഷം അമിതമായി സന്തോഷിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്നും അവർ പറഞ്ഞിരുന്നു. അപ്പം സന്തോഷിക്കുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. ലിസ്വാഇമി ഫർഹത്താൻ നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. അങ്ങനെ ഫർഹത്ത് അള്ളാഹു തആല അതിൽ നിന്നാണ്, ഫർഹത്തിൽ നിന്നാണ് ലാ തഫ്റഹ് വരുന്നത്. അപ്പം സന്തോഷം അള്ളാഹ് നമുക്ക് വിരോധിച്ചതല്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് തന്നെയാണ് അള്ളാഹ് പറയുന്നത്. പക്ഷേ ഇവിടെ അമിതമായി അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള അമിതമായ സന്തോഷം അദ്ദേഹം ധൂർത്തടിച്ചിരുന്നു. ഭക്ഷണകാര്യത്തിൽ ധൂർത്തടിച്ചിരുന്നു, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ധൂർത്തടിച്ചിരുന്നു. എങ്ങോട്ട് പോവുകയാണെങ്കിലും തൻ്റെ ആർഭാടങ്ങളെല്ലാം ജനങ്ങളെ കാണിക്കത്തക്ക വിധത്തിലുള്ള പ്രൗഢമായ പുറപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കൊട്ടാരം ധൂർത്തായിരുന്നു, കൊട്ടാരത്തിൻ്റെ ഉള്ളിലും ധൂർത്തായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അതാണ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ അള്ളാഹു അമിതമായി സന്തോഷിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ മറുവശവും കൂടി ഖൗമ് പറഞ്ഞു കൊടുത്തു. അമിതമായി ആഹ്ലാദിക്കരുത് മാത്രമല്ല, വബ്തഗി ഫീമാ ആതാക്കല്ലാഹ് വബ്തഗി നീ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം, നീ തേടിക്കൊണ്ടിരിക്കണം. യബ്തഗി എന്ന് പറഞ്ഞാൽ തേടി ആഗ്രഹിച്ചു എന്നാണ്. വബ്തഗി നീ തേടിക്കൊണ്ടിരിക്കണം. ഫീമാ ആതാക്കല്ലാഹ് അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അദ്ദാറൽ ആഖിറ പരലോകത്തെ ആഖിറത്തിലുള്ള വീടിനെ തേടണം എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടിയ നിധികൾ കൊണ്ട് നീ വാങ്ങേണ്ടത് ആഖിറത്തിലുള്ള വീടാണ്, ഇവിടെയുള്ള വീടല്ല എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്തും നന്ദി ചെയ്തും സമ്പത്തിനെ ഉപയോഗപ്പെടുത്തണം. പരലോകത്തെ മറന്നു പോകരുത്, അമിതമായി ആഹ്ലാദിക്കരുത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ദാറുൽ ആഖിറ നീ തേടിക്കോ, വലാ തൻസ നീ മറക്കുകയും വേണ്ട. നസിയ യൻസ എന്ന് പറഞ്ഞാൽ മറന്നു, ലാ തൻസ നീ മറക്കരുത്, വലാ തൻസ നീ മറക്കുകയും ചെയ്യരുത്. ആ വാവിൻ്റെ അർത്ഥം അതാണ്, നീ മറക്കുകയും ചെയ്യരുത്. നസീബക്ക നിൻ്റെ ഓഹരി മിനദ്ദുന്യ ദുനിയാവിലുള്ള നിൻ്റെ ഓഹരി മറക്കുകയും വേണ്ട. അപ്പോൾ വിശ്വാസികൾക്ക് അല്ലാഹു തആല അനുവദിച്ചത് അതാണ്. ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കി ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കണം എന്ന് നമ്മളോട് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. എന്നാൽ അത് ദൂർത്തടിച്ച് അമിതമാകരുത്, പരലോകം മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവരോട് ആ സമൂഹം അയാളോട് പറഞ്ഞത്. എന്താണ്? നീ അമിതമായി സന്തോഷിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ അമിതമായി സന്തോഷിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വബ്തഗി ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്ന് പരലോകത്തെ നീ ആഗ്രഹിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ ദുനിയാവിൽ നിന്നുള്ള നിൻ്റെ നസീബ്, നിൻ്റെ വിഹിതം ഒരിക്കലും നീ മറക്കുകയും ചെയ്യരുത്. വ അഹ്സിൻ നീ നല്ലത് പ്രവർത്തിക്കുക. ഇഹ്സാൻ നല്ലത് പ്രവർത്തിക്കുക.
കമാ അഹ്സനല്ലാ അല്ലാഹു ഇലൈക്, അള്ളാഹു നിന്നിലേക്ക് നന്മ ചെയ്ത പോലെ നീ ജനങ്ങൾക്കും നന്മ ചെയ്യുക. ഇതാണ് ആ ഉപദേശം. ഈ ഉപദേശമാണ് നമുക്കുള്ള പാഠം. സമ്പത്ത് അള്ളാഹു ഒരിക്കലും നമുക്ക് വിരോധിച്ചതല്ല. സഹാബിമാരുടെ കൂട്ടത്തിൽ കണ്ണെത്താ ദൂരം ഒട്ടകക്കൂട്ടങ്ങളും ഈത്തപ്പനത്തോട്ടങ്ങളുമുള്ള സമ്പന്നന്മാരുണ്ടായിരുന്നു നബി സഹാബികളുടെ കൂട്ടത്തിൽ. ഒരിക്കലും നബി അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നാണ് നബി പറഞ്ഞത്. ധർമ്മം ചെയ്തിട്ട് നീ പാവപ്പെട്ടവനാവണ്ട, പൈസ ഉണ്ടായിക്കോട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ എന്താണ് ലാ തുഫ്റായി, അതാ നമ്മളൊക്കെ വേണ്ട. അതാണ് നമുക്ക് എത്ര കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ലാ തുഫ്റായി, മതി മറക്കരുത്. പിന്നെ ആ സമ്പത്ത് കൊണ്ട് ദാറുൽ ആഖിറത്ത് വബ്തഗി ഫീമാ ആതാക്കല്ലാഹു ദാറുൽ ആഖിറ, അള്ളാഹു നിനക്ക് തന്നതിൽ നിന്ന് ദാറുൽ ആഖിറത്ത് എപ്പോഴും സമ്പാദിച്ചു വെക്കണം. അവിടേക്കൊരു വീടിനുള്ള വിഹിതം നമ്മളെപ്പോഴും പാവങ്ങൾക്കായിട്ടും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിലും പാവപ്പെട്ടവർക്കുമായിട്ട് നമ്മൾ നൽകണം. അതാണ് വലാ തൻസ നസീബക മിന ദുനിയ, സ്വയം ദുനിയാവിലെ ജീവിതം നീ മറക്കണ്ട. അതെല്ലാം ഇട്ടെറിഞ്ഞ് ദരിദ്രനായി എല്ലാം ധർമ്മം കൊടുത്ത് അങ്ങനെ കളയണ്ട. ദുനിയാവിലുള്ള സുഖം നീ അനുഭവിക്കുകയും വേണം. വ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, ഇതൊക്കെ അള്ളാഹു നമുക്ക് ഇഹ്സാൻ ചെയ്ത് നന്മ ചെയ്തു തന്നതാണ്. ആ നന്മ നമ്മൾ അവർക്കും കൊടുക്കണം. നമ്മൾക്ക് അള്ളാഹ് തന്ന നന്മ നമ്മൾ അങ്ങോട്ട് തിരിച്ച് ജനങ്ങൾക്കും കൊടുത്താൽ അള്ളാഹ് നമുക്കതിലേറെ നന്മ നൽകും. അതാണ് ല ഇൻ ശകർത്തും ല അസീദന്നക്കും, ഞാൻ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ ഏറെ തരും. അത് നമുക്കൊക്കെ നമ്മളെ ജീവിതത്തിലാണ് കാണാം. നമുക്ക് പഠിച്ചോൻ ചെയ്തു തന്ന നിഅമത്തിന് നമ്മൾ ശരിക്കും ഒരു പരപ്രേരണ കൂടാതെ നമ്മളെ ഈമാനിക പ്രേരണ കൊണ്ട് നമ്മൾ പാവങ്ങൾക്ക് ധർമ്മം ചെയ്താൽ നമ്മളറിയാതെ നമുക്ക് അല്ലാഹ് ചെയ്യുന്ന നിഅമത്ത് വർദ്ധിച്ച് വരും. ഇഹലോകത്തും പരലോകത്തും തരുന്ന. ഈ മരിച്ചുപോയ ഒരു വ്യക്തിയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ അഅ്മാലുകൾ എണ്ണിക്കണക്കാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി മലക്കുകൾ കൊണ്ടുവന്നപ്പോൾ മലക്കുകളോട് ചോദിച്ചു എന്തേ ഇയാൾ ചെയ്തത് എന്ന്. മലക്കുകൾ പറഞ്ഞു ഇയാളെ രേഖയിൽ കാര്യമായിട്ടൊന്നുമില്ല, കാര്യമായിട്ട് അമലൊന്നുമില്ല, പിന്നെ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാവങ്ങൾക്ക്, നല്ല സമ്പന്നനായിരുന്നു, പാവങ്ങൾക്ക് സഹായം കൊടുക്കും, കടം കൊടുക്കും, എന്നിട്ട് കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ നീട്ടിക്കൊടുക്കും, അതിനും കഴിഞ്ഞില്ലെങ്കിൽ വിട്ടുകൊടുക്കും. അങ്ങനൊക്കെ ഒരു നന്മ അയാൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമകളുടെ പ്രയാസങ്ങൾക്ക് പ്രയാസങ്ങൾ നീട്ടിക്കൊടുക്കുകയും എൻ്റെ അടിമകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇവന് അവനേക്കാളും വിട്ടുവീഴ്ച ചെയ്യാൻ അർഹത ഞാനാണ്, അവൻ്റെ റബ്ബായ ഞാനാണ്. അതുകൊണ്ട് അവന് എല്ലാ പാപങ്ങളും ഞാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ് അവനെ സ്വർഗത്തിലിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹിയായ ഹദീസിലുണ്ട്. ആ ഹദീസ് അവിടെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ കടം വാങ്ങിയ ആളുകൾ കൃത്യമായി തന്നിട്ടില്ലെങ്കിൽ അവർക്കത് തരാവുന്ന ഒരവസ്ഥയിലേക്ക് അവധി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ തരാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ചില ആൾക്കാർ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് എന്താക്കും എന്ന് പറഞ്ഞാൽ കടം അവൻ്റെ അടുത്ത് 5000 റുപ്യ കടം തരാണ്ട് അവൻ തരുന്നില്ല, എന്നാൽ ഞാൻ സക്കാത്തിൻ്റെ കൂട്ടത്തിൽ കണ്ട് എണ്ണിക്കോട്ടെ, ഏതായാലും കിട്ടുമല്ലോ, ഏതായാലും സക്കാത്ത് കൊടുക്കാൻ പെടണ്ടായിരുന്നു, എന്നാൽ അതാണ്, അത് പറ്റില്ല. അത് വേറെ സക്കാത്ത് അവന് വേണമെങ്കിൽ കൊടുത്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കിട്ടാൻ വകുപ്പില്ലാത്തതൊക്കെ സക്കാത്തിൻ്റെ വകുപ്പിൽ കൂട്ടാൻ പാടില്ല, അത് അപകടമാണ്. പല ആളുകളും ചോദിക്കേണ്ട ഒരു കാര്യം അതാണ്. അത് അള്ളാഹ് നമുക്ക് നന്മ ചെയ്ത് ഇഹ്സാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് അള്ളാഹുവിൻ്റെ അടിമയാണല്ലോ നമ്മൾ. അപ്പോൾ അള്ളാഹിൻ്റെ അടിമയായ നമുക്ക് അള്ളാഹ് എന്ത് നന്മ ചെയ്ത് തന്നാലും ആ നന്മൻ്റെ ഒരംശം അള്ളാഹുവിൻ്റെ അടിമകളായ ആളുകൾക്ക് നമ്മളും കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, വലാ തബ്ഗി, നീ ആഗ്രഹിക്കരുത്, അൽ ഫസാദ, ഫസാദ് ഉണ്ടാക്കാൻ, നാശമുണ്ടാക്കാൻ, ഫിൽ അർളി, ഭൂമിയിൽ. ഒരുപക്ഷെ അവൻ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നുണ്ടായിരിക്കാം,
അല്ലെങ്കിൽ സമ്പത്ത് ധൂർത്തടിക്കുന്നുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഭൂമിയിൽ നാശമാണല്ലോ അക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനോട് ഇത്രയും ഉപദേശിച്ചു. എന്താണ്? നീ അമിതമായി ആഹ്ലാദിക്കരുത്. അള്ള തന്നതുകൊണ്ട് പരലോകം ആഗ്രഹിക്കണം. ദുനിയാവ് മറക്കാൻ പാടില്ല. അള്ള തന്ന നന്മ പോലെ നീ ജനങ്ങൾക്കും നന്മ ചെയ്തു കൊടുക്കണം. നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്. എന്നിട്ട് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, തീർച്ചയായും അള്ളാഹു ഫസാദ് ഉണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്നിങ്ങനെ ദീർഘമായ 5 കാര്യങ്ങൾ അള്ളാഹു ആ മനുഷ്യനോട്, ഖാറൂനിനോട് ഇസ്രായേൽ സമൂഹം ഉപദേശിച്ചു. ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ ഉപദേശങ്ങളാണ്. ആ ഉപദേശം നമുക്ക് ബാധകമാണ്. അതിനാണ് ഇത് നമ്മൾക്ക് ഇവിടെ ഈ കഥ പഠിപ്പിച്ചു തരുന്നത്. ഇനി അവൻ്റെ മറുപടി, നമ്മളാകാൻ പാടില്ലാത്ത, നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരു മറുപടി അവൻ പറഞ്ഞതിനാലാണ് അവൻ നശിച്ചു പോയത് എന്ന് പഠിപ്പിക്കുകയാണ് അടുത്ത ആയത്തിൽ. എന്താ അവൻ മറുപടി പറഞ്ഞത്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഖാല, അവൻ മറുപടി പറഞ്ഞു, ഇന്നമാ ഊതീതുഹു, ആ സമ്പത്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അടുക്കലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ ഇൽമ് കൊണ്ടും, എൻ്റെ പക്കലുള്ള അറിവും തൻ്റെ ഇടവും എൻ്റെ കഴിവും കൊണ്ടാണ് എനിക്ക് ഈ സമ്പത്ത് കിട്ടിയത്. അതായിരുന്നു അഹങ്കാരം. അതുതന്നെയാണ് മനുഷ്യൻ എക്കാലത്തും മാറി. ഞാൻ കച്ചവടം ചെയ്തിട്ടല്ലേ, ഞാൻ നേരം വെളുത്ത് വൈകുന്നേരമോളം അധ്വാനിച്ചിട്ടല്ലേ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടല്ലേ, എനിക്ക് ഇന്ന മാർഗത്തിൽ കൂടി ഞാൻ എൻ്റെ വ്യവസായം തുടങ്ങിയത് കൊണ്ടല്ലേ, എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ലേ. അതാണ് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ പക്കലുള്ള അറിവിന്മേലാണ്, ആ അറിവിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കത് നൽകപ്പെട്ടത് എന്നവൻ മറുപടി പറഞ്ഞു. അതായത് അതായത് ഫിർഔനിൻ്റെ ആളായി നിന്നിട്ട് കിട്ടിയ സമ്പാദ്യമാണ് എന്ന് പറയുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കിട്ടിയ സമ്പത്താണ് എന്ന് പറയുന്നു. അതൊക്കെ ഈ പഴയകാല എഴുതി വെക്കപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രമാണല്ലോ. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹയുടെ ഈ വിഷയത്തിലുള്ള ചരിത്രമാണ് നമുക്ക് കുറച്ചൊക്കെ വിശ്വാസയോഗ്യമായത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം പല തരത്തിലും പറയപ്പെടുന്നുണ്ട്. ഫിറഔൻ്റെ കൊട്ടാരത്തിലെ എല്ലാ പണികളും ചെയ്യിപ്പിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ തട്ടിക്കൊണ്ടുവന്നതാണെന്നും, അതല്ല ബനു ഇസ്രായേലിൽക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തിനും മൂസാ നബിക്കും എതിരായി പ്രവർത്തിക്കാൻ ഒരു ഇരയായിട്ട് ഇവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫിറഔൻ അവന് സമ്പത്ത് നൽകി ധിക്കാരിയാക്കിയതാണ് എന്നൊക്കെ കഥകളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടൊന്നാണിത്. അപ്പോൾ അവൻ അതിനെ സ്വീകരിക്കല്ല, ഉപദേശം സ്വീകരിക്കല്ല ചെയ്തത്. അവിടെയും നമുക്കുള്ളൊരു പാഠമാണ്. നമ്മളെ ആരും ഉപദേശിച്ചാലും, ഉപദേശവൻ ആരായിരുന്നാലും, ആ പറഞ്ഞ കാര്യം ഒരു ശരിയായ കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇവൻ്റെ പണത്തിൻ്റെ ഊക്കുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാൻ അവർ തയ്യാറാവാതെ അതൊക്കെ എൻ്റെ കഴിവും അറിവും കൊണ്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. ഇനി അള്ളാഹ് പറയാണ്, അവലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി, അല്ലാഹു തആല അഹ്ലക നശിപ്പിച്ചു, മിൻ ഖബ്ലിഹി അവനെയും മുമ്പ്, അവൻ്റെ മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട്, മിനൽ ഖുറൂൻ പല നൂറ്റാണ്ടുകളിൽ നിന്നും, മൻ ഹുവ അസദ്ദു മിൻഹു ഖുവ്വ അവനേക്കാളും ഖുവ്വത്ത് കഠിനമായ നല്ല ശക്തിയുള്ള ആളുകളെ, അസദ് എന്ന് പറഞ്ഞാൽ കഠിനമായ ഖുവ്വത്തുള്ള ശക്തിയുള്ള ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ. വ അക്സറു ജംഅൻ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടങ്ങളും ഉള്ള ആളുകളെ, ജംഅ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം, ജമാഅത്ത് ജുമാ എന്നൊക്കെ പറഞ്ഞാൽ ആൾ കൂടുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ വ അക്സറു ജംഅൻ കൂടുതൽ ആൾക്കൂട്ടങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ശക്തിയുമുള്ള എത്രയോ നൂറ്റാണ്ട് കാലത്തെ ജനങ്ങളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ. വലാ യുസ്അലു അൻ ദുനൂബിഹിം അൽ മുജ്രിമൂൻ, വലാ യുസ്അലു ചോദിക്കപ്പെടുകയില്ല, അൻ ദുനൂബിഹിം
അവരുടെ കുറ്റങ്ങളെപ്പറ്റി അൽ മുജ്രിമൂൻ കുറ്റവാളികൾ, കുറ്റം ചെയ്ത ആളുകൾ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ എന്തേ കുറ്റം ചെയ്തു വേണ്ടിയിരുന്നു അതൊന്നും ചോദിക്കൂലെന്ന്. അത് ചോദ്യം ചെയ്യാതെ പിന്നൊരു വിചാരണ ചെയ്യാതെ ശിക്ഷിക്കുന്നർത്ഥം. ഒലാ യുസ്അലു അൻ ദുനൂബിഹിൽ മുജ്രിമൂൻ, സ്വന്തം തെറ്റുകളെപ്പറ്റി അള്ളാഹു തആല പിന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കൂല. തെറ്റ് ചെയ്ത് വന്നവരാണെങ്കിൽ യുആഖിബുഹുമുല്ലാഹു, അള്ളാഹു തആല ശിക്ഷിക്കും എന്ന് അള്ളാഹു തആല അവരെ ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെയാണ് പിന്നെയും പറയുന്നത്. ഫഖറജ അലാ ഖൗമിഹി, അങ്ങനെ അദ്ദേഹം ഫഖറജ പുറപ്പെട്ടു, ഇറങ്ങിപ്പുറപ്പെട്ടു, അലാ ഖൗമിഹി തൻ്റെ ജനങ്ങളിലേക്ക്, ഫി സീനത്തിഹി അവൻ്റെ ആർഭാടത്തിൽ, സീനത്ത് പറഞ്ഞാൽ സീനത്തൻ, അവൻ്റെ സീനത്തിൽ ആർഭാടത്തിലായിക്കൊണ്ട്, പരിവാരങ്ങളും കൊട്ടും കൊരവയുമായി ആർഭാടത്തിലായിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക്, ജനങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേരെ അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഭാടവും ആ സുഖാഡംബരങ്ങളൊക്കെ കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് തോന്നി ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയെങ്കിൽ. അതാണ് ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ്ദുന്യ, ഹയാത്തുദ്ദുന്യ ആഗ്രഹിക്കുന്ന ആളുകൾ പറഞ്ഞു, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി തൻ്റെ സീനത്തിലായിക്കൊണ്ട്, തൻ്റെ അലങ്കാര ആർഭാടത്തിലായി അവൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ, ഖാലല്ലദീന യുരീദൂന അൽ ഹയാത്തദ്ദുന്യ ഭൗതിക ജീവിതത്തിനെ മാത്രം ഉദ്ദേശിക്കുന്നവർ പറഞ്ഞു, യാ ലൈതലന മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂനിന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ലൈത്ത എന്ന് പറഞ്ഞാൽ അതൊരു കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, തേട്ടത്തിൻ്റെ വചനമാണ്. യാ ലൈതലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, മിസ്ല മാ ഊതിയ ഖാറൂൻ ഖാറൂനിന് നൽകപ്പെട്ടതുപോലെയുള്ള ആഡംബരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്നഹു തീർച്ചയായും ഖാറൂൻ അവൻ ലദു ഹള്ളിൻ അലീം വമ്പിച്ച ഭാഗ്യം ചെയ്തവനാണ് എന്ന് അവൻ്റെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾ പറഞ്ഞു. അപ്പോൾ ആർഭാടങ്ങളും സുഖാഡംബരങ്ങളും ആരെങ്കിലും അനുഭവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള ആളുകൾ, വിശ്വാസികളായ ആളുകൾ പറയാൻ പാടില്ലാത്തതാണ് ഞങ്ങൾക്കും അതുപോലെയുള്ള ആർഭാടങ്ങൾ കിട്ടിയാൽ നന്നായിരുന്നു, അത് മഹാഭാഗ്യമാണ് എന്ന് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം പടച്ചോൻ തന്നതിൽ നമ്മൾ തൃപ്തി അടയുകയും പടച്ചോൻ അധികം തരികയാണെങ്കിൽ അതിൽ നന്ദി ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അത് വാങ്ങുകയുമാണ് വേണ്ടത്. അതല്ലാതെ അള്ളാഹുവിനെ മറന്ന് ആർഭാടത്തിൽ തിമിർത്ത് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങൾക്കും അത് കിട്ടിയെങ്കിൽ എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതാ ഓല് ചെയ്തത്. യാ ലൈതന ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ്ദുന്യ ഭൗതിക ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ് പറയുന്നത്. യാ ലൈതലന മിസ്ല മാ ഊതിയ ഖാറൂൻ ഖാറൂനിന് നൽകപ്പെട്ടത് പോലെയുള്ളത് ഞങ്ങൾക്കും നൽകപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈത്ത എന്ന് പറഞ്ഞാൽ കിട്ടാത്തത് ആഗ്രഹിക്കുന്ന ഒരു വാക്കിനാണ് ലൈത്ത എന്ന് പറയാം. ഒരിക്കലോ ഖാറൂന് കിട്ടിയ മാതിരി ആ സാധു ബനൂ ഇസ്രായേൽക്കാർക്ക് കിട്ടൂല്ലോ, എന്നാലും വെറുതെ ആഗ്രഹിക്കുകയാണ്, ആവശ്യമില്ലാത്തത് ആഗ്രഹിക്കുകയാണ്. യാ ലൈതലന മിസ്ല മാ ഊതിയ ഖാറൂൻ ഖാറൂനിന് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. ഇന്നഹു ലദു ഹള്ളിൻ അലീം അവൻ വമ്പിച്ച ഹള്ളുള്ള ആളാണ്. ഹള്ള് എന്ന് പറഞ്ഞാൽ നസീബ്, ഭാഗ്യം, വലിയ ഓഹരി കിട്ടിയ, വലിയ ഭാഗ്യം ലഭിച്ച ആളാണ് എന്ന് അവരിങ്ങനെ അസൂയയോടുകൂടി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ അറിവുള്ള ആളുകൾ പറയാണ് അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കുറേ അള്ളാഹുവിൻ്റെ സമ്പത്ത് കിട്ടിയിട്ട് അതുപോലെ നമുക്കാവണം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന്. വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമൻ. വഖാലല്ലദീന ഊതുൽ ഇൽമ അറിവ് നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു. അറിവ് നൽകപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെന്ന് മാത്രമല്ല, അതായത് പഠിച്ചവൻ ദുന്യാവിൽ കൊടുക്കുന്ന സമ്പത്ത് അത് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അത് നാശമാണെന്നുള്ള അറിവുള്ള മനുഷ്യന്മാർ, അതായത് കാര്യബോധമുള്ള
കാര്യങ്ങളെപ്പറ്റി ഹക്കും ബാത്തിലും ശരിയും തെറ്റും അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ. അതാണ് വഖാലല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ അവിടെ അവനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വൈലക്കും, നിങ്ങൾക്ക് നാശം. വൈലുലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞ വൈല്. വൈലക്കും, നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് നല്ലത്. അപ്പോൾ കുറച്ച് ആളുകൾ ഞങ്ങൾക്കും യാലൈ തന്നെ നാം ഇസ്ലമാവുത്തിയ കാറൂന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടണമേ, ഓ മഹാഭാഗ്യവാനാണെന്ന് പറഞ്ഞപ്പോൾ അവരോട് അറിവും തൻ്റെ ഇടവുമുള്ള ആളുകളാണ് ഊത്തുൽ ഇൽമ് പറയാണ്, വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ, നിങ്ങൾക്ക് മഹാനാശം, അള്ള തരുന്ന സവാബാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. ആർക്ക്? ലിമൻ ആമന വ അമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ ഓനെപ്പോലെ ആവാൻ വേണ്ടി വിചാരിക്കരുത് എന്ന് തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ നല്ല മനുഷ്യരും ഉണ്ടായിരുന്നു, കാറൂനെ പോലെ മഹാധിക്കാരികളുണ്ടായിരുന്നു, പഠിച്ചോനെ പഠിച്ചവരുണ്ടായിരുന്നു. എന്നാൽ കാറൂൻ്റെ മാതിരി ആയി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വിശ്വാസം ഉറക്കാത്ത ആളുകളുണ്ടായിരുന്നു. അവർ പരസ്പരം സതുപദേശങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ, വലാ യുലഖാഹാ, ഇതിനെ സ്വീകരിക്കുകയില്ല. ഏത്? അള്ളാഹുവിൻ്റെ സവാബാണ്, അള്ളാഹുവിൽ വിശ്വസിച്ച് അമലു സാലിയാത്ത് ചെയ്തവർക്ക് നല്ലത്, ഭൗതികമായ നേട്ടമല്ല, പടച്ചവൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് നല്ലത് എന്ന കാര്യം ക്ഷമാശീലന്മാരല്ലാതെ അത് ലക്കാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുകയില്ല, അത് സ്വീകരിക്കുകയില്ല. ക്ഷമയുള്ള ആളുകൾക്കേ അത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് ദുന്യാവ് വെറുതെ ഹറാമായ മാർഗത്തിൽ കൂടി ഒരുപാട് സമ്പത്തുണ്ടാക്കി വലിയ ആർഭാടമുണ്ടായി ജീവിക്കണ്ട, പടച്ചവൻ തന്നതിൽ അള്ളാഹുവിൻ്റെ സവാബും കിട്ടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കലാണ് നല്ലത് എന്ന ആ ഒരു ചിന്ത ആർക്കേ ഉണ്ടാവുള്ളൂ. വലാ യുലഖാഹ, ഇതിനെ സ്വീകരിക്കുകയില്ല, ഏറ്റുപിടിക്കുകയില്ല, ഇല്ല സ്വാബിറൂൻ, ക്ഷമിക്കുന്നവരല്ലാതെ എന്ന്. കാറൂന് വേറെ അർത്ഥമൊന്നും കാണുന്നില്ല. അന്നത്തെ ഒരു ഇബ്രു പേരായിരിക്കാമെന്നാണ് അദ്ദേഹത്തിന്. കാറൂൻ എന്നുള്ളത് ഇനി വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ പേര് കിട്ടിയതാണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുനവ്വിർ എന്നും നൂറ് എന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഏതിലൊരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇബാദത്തും അറിവും പാണ്ഡിത്യം കൊണ്ടായിരിക്കണം ആ ഒരു നല്ല നാമം, ഒരു മുനവ്വിർ എന്നുള്ള പേര് കിട്ടിയത്. യഥാർത്ഥ പേര് കാറൂൻ എന്നായിരിക്കാം. അള്ളാഹു തആല പറഞ്ഞത് ഇവിടെയും വേറെ സൂറത്തിലും കാറൂന്, ഹാമാന്, ഫിർഔൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി വല്ല കുടുംബപ്പേരാണോ അതും അറിഞ്ഞുകൂടാ. ഫിർഔനൊക്കെ കുടുംബപ്പേരാണല്ലോ. അങ്ങനെയൊക്കെ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഉപദേശങ്ങളൊക്കെ നടന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ പരിണിതി, കാറൂൻ്റെ പരിണിതിയാണ് ഇനി പറയുന്നത്. എന്താണ്? ഫഖസഫ്നാ ബിഹി, അവനെയും കൊണ്ട് നാം ആഴ്ത്തിക്കളഞ്ഞു. ഹസഫ എന്ന് പറഞ്ഞാൽ ആഴ്ത്തി, ഹസഫ ആഴ്ത്തി, കാണാതെയാക്കി. ബിഹി, അവനെയും കൊണ്ട്, ഒബിദാരിഹി, അവൻ്റെ വീടും കൊണ്ട്. അൽ അർള, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. പിന്നെ ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ, അപ്പോൾ അവന് ഒരു ഫിഅത്തും, ഫിഅത്ത് എന്ന് പറഞ്ഞാൽ ഉസ്ബത്ത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് സംഘം, ഒരു സംഘങ്ങളും അവനുണ്ടായില്ല. യൻസുറൂനഹു, അവനെ സഹായിക്കാൻ. അവൻ്റെ താക്കോലേറ്റിയ സംഘങ്ങളുണ്ടായിരുന്നു, അവൻ്റെ പരിവാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭൂമിയിലേക്ക് അവനെ ആഴ്ത്തിക്കളഞ്ഞപ്പോൾ അവനെ സഹായിക്കാൻ ഒരു സംഘങ്ങളും ഉണ്ടായില്ല. മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ അവനെ സഹായിക്കാൻ വേറെ ആരും വന്നില്ല. പടച്ചോനെ അവിടെ ഉണ്ടായുള്ളൂ. പടച്ചോൻ അവനെ ശിക്ഷിക്കുകയും ചെയ്തു. ഒമാ ഖാന മിനൽ മുൻതസരീൻ, ഒമാ ഖാന മിനൽ മുൻതസിരീൻ,
മറ്റ് എവിടെ നിന്നും സഹായം ലഭിക്കുന്നവനുമായില്ല അവൻ. അല്ലാതെ വേറെ ആരും അവനെ സഹായിക്കാണ്ടായില്ല. എന്നാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള സഹായം കിട്ടിയോ, അല്ലെങ്കിൽ മലക്കുകളുടെ സഹായം കിട്ടിയോ, അതും ഉണ്ടായില്ല. ഉമാഖാന മിനൽ മുൻതസിരീൻ, അവന് സഹായം നേടുന്നവരുടെ കൂട്ടത്തിലും പെട്ടില്ല. അവന് സഹായിക്കാൻ അവൻ്റെ സംഘങ്ങളാരും ഉണ്ടായതുമില്ല. അതായിരുന്നു അവൻ്റെ പരിണിതി. എന്നിട്ടോ വഅസ്ബഹല്ലദീന തമന്നൗ മകാനഹു ബിൽ അംസി യഖൂലൂൻ, വഅസ്ബഹല്ലദീന തമന്നൗ, ആഗ്രഹിച്ചവർ ആയിത്തീർന്നു. അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്ന്. തമന്നൗ മകാനഹു, അവൻ്റെ സ്ഥാനത്തെപ്പറ്റി ആഗ്രഹിച്ച ആളുകൾ, ബിൽ അംസി, ഇന്നലെ. അപ്പോൾ അവനെ ഭൂമിയിൽ അല്ലാഹു തആല കൊട്ടാരത്തോടു കൂടി ആഴ്ത്തിക്കളഞ്ഞു, ആരും സഹായിച്ചില്ല. ഇന്നലെ അവൻ്റെ സ്ഥാനത്തെത്താൻ ആഗ്രഹിച്ചൊരു കൂട്ടരുണ്ട്. അതാരാ? യാ ലൈതലന മിസ്ല ഖാറൂൻ, ഖാറൂനെ പോലെ ഞങ്ങൾക്കും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ടല്ലോ. ആ ആഗ്രഹിച്ച അവരെപ്പോലെയുള്ള ആ ആളുകൾ ആയിത്തീർന്നു. എന്തായിത്തീർന്നു? യഖൂലൂന, അവരിങ്ങനെ പറയുന്നവരായിത്തീർന്നു. അവർ പറഞ്ഞു എന്നർത്ഥം. അവർ പറഞ്ഞു, വൈക അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ. വൈക അന്നല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഹോ അല്ലാഹു തആല യബ്സുത്തുർ റിസ്ഖ, ഒരു അത്ഭുതത്തിൻ്റെ ചിഹ്നമാണ് വൈക. വൈ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. വൈക അന്നല്ലാഹ്, അത്ഭുതമാണ്. അല്ലെങ്കിൽ ഹോ, വൈക അന്നല്ലാഹ്, ഒരു ഹോ എന്ന് പറയുന്ന ഒരു അത്ഭുത ശബ്ദമാണ് വൈക അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ, അല്ലാഹു തആല റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു. ലിമൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയഖ്ദിറു, ചില ആളുകൾക്ക് ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ബസത്ത ഖദറ, ഖദറ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നൊരർത്ഥമുണ്ട്. ബസത്ത എന്ന് പറഞ്ഞാൽ വിരിച്ചു എന്നൊരർത്ഥമുണ്ട്. ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്, ബിസാത്ത്. ഇവിടെ യബ്സുത്തുർ റിസ്ഖ, റിസ്ഖ് വിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആഹാരം വിശാലമാക്കി കൊടുക്കുന്നു. പിന്നെ വയഖ്ദിറു, അവൻ ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് അല്ലാഹു തആല ചില കാലത്ത് വിശാലമായ സമൃദ്ധമായ ആഹാര സുഖങ്ങൾ നൽകും. ചില കാലത്ത് അയാൾക്ക് തന്നെ പറ്റ ചുരുക്കി കൊടുക്കും അല്ലാഹു തആല. ചില ആളുകൾക്ക് അല്ലാഹു തആല എന്നും സമൃദ്ധമായി നൽകും. വേറെ കുറേ ആളുകൾക്ക് എന്നും വളരെ കുറച്ചേ നൽകുകയുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ്. അതാണ് വൈക അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ ലൗലാ അൻ മന്നല്ലാഹു, അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ പറയാണ്. വല്ലാത്ത അത്ഭുതം തന്നെ. അള്ളാഹു അവൻ്റെ അടിമകളിൽ ചിലർക്ക് ആഹാരം വിശാലമാക്കി കൊടുക്കുന്നു, വയഖ്ദിർ ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ലൗലാ അൻ മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങളുടെ മേൽ മന്ന എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്തു. നിഅമത്ത്, അൻഅമാന്ന്, അനുഗ്രഹം. അള്ളാഹു ഞങ്ങളുടെ മേൽ അനുഗ്രഹം നൽകിയില്ലായിരുന്നുവെങ്കിൽ ലഖസഫ ബിനാ, അവൻ ഞങ്ങളെയും ഭൂമിയിൽ ആഴ്ത്തുമായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഖാറൂൻ്റെ മാതിരി കിട്ടിയെങ്കിൽ എന്നവരാഗ്രഹിച്ചു. അപ്പം നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കരുത്, പഠിച്ചവൻ്റെ മാർഗത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു. അതുകൊണ്ട് അവർ പിന്നെ ഖാറൂൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഖാറൂന് നശിച്ചപ്പോൾ, ഇന്നലെ ഖാറൂൻ്റെ പോലെ ആയെങ്കിൽ എന്നറിയുന്ന ആളുകൾ, എന്നാഗ്രഹിച്ച ആളുകൾ ഖാറൂൻ നശിച്ചപ്പോൾ പിറ്റേന്ന് പറഞ്ഞു, അല്ലാഹു തആല പലർക്കും അത്ഭുതകരമായി റിസ്ഖ് വിശാലമാക്കി കൊടുക്കും, ചുരുക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ നിലപാടാണ്, നടപടിയാണ്. പിന്നെ ഞങ്ങൾ അവൻ്റെ കൂടെ അല്ലാഹു തആല ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ലൗലാ അമ്മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഖസഫ ബിനാ, ഞങ്ങളെയും കൊണ്ട് അല്ലാഹു തആല ആഴ്ത്തിക്കളയുമായിരുന്നു. ഞങ്ങളെ ഇതുപോലെ ആക്കുമല്ലോ അല്ലാഹു തആല. വൈക അന്നഹു, തീർച്ചയായും അത്ഭുതം തന്നെയാണ്. ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, അല്ലാഹു തആല നിഷേധികളായ ആളുകളെ വിജയിപ്പിക്കുകയില്ല. അവരത്ഭുതം കൂറിയെന്ന്.
അവനെ പോലെ ആയെങ്കിൽ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഇവൻ ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ന്നല്ലോ. അപ്പോൾ വല്ലാത്ത അത്ഭുതം അവർക്ക് തോന്നി. പഠിച്ചോനെ ഞങ്ങളോലപ്പോൾ എത്തിക്കണമെങ്കിൽ ഞങ്ങളും പോയിന്നീലേ. ഒരിക്കലും കാഫിറുകൾക്ക് വിജയമില്ല എന്ന് നേരിൽ കണ്ട അത്ഭുതം അവർ പ്രകടിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ ചരിത്രം ഇത്രയും പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറയാം, നമുക്കുള്ള പാഠമാണ്. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് പരലോകം, അതാണ് പരലോകം. നജ്അലുഹാ, അതിന് നാം നിശ്ചയിച്ച് കൊടുക്കുന്നു, ലില്ലദീന, ഒരു കൂട്ടർക്ക്, ലാ യുരീദൂന, അവർ ആഗ്രഹിക്കുകയില്ല, ഉലുവ്വൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു മേൽക്കോയ്മയുണ്ടാകണമെന്ന്, വലാ ഫസാദ, നാശവും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭൂമിയിൽ നാശമുണ്ടാക്കണം, എൻ്റെ കഴിവ് കൊണ്ടോ സ്ഥാനമാനങ്ങളും സമ്പത്തും കൊണ്ട് ഭൂമിയിൽ എല്ലാവരെക്കാളും ഒലുവ് വേണം, ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാരായിരിക്കും? അഹങ്കാരികളാണ്. ഭൂമിയിൽ എല്ലാവരെക്കാളും ഉലുവ് വേണം എന്ന് ആഗ്രഹിക്കുന്നത് അലങ്കാരികളാണ്, അഹങ്കാരികൾ. അപ്പം ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി, ഭൂമിയിൽ മേൽക്കോയ്മ ആഗ്രഹിക്കാത്തവർക്കാണ് ആ ആഖിറം, പരലോകം നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. വലാ ഫസാദ, ഫസാദ് ആഗ്രഹിക്കാത്തവർക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിൽ വിനയത്തോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. ഭൂമിയിൽ മറ്റുള്ളവനെ ചവിട്ടി താഴ്ത്തണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സഹാബിമാർ, ഞങ്ങൾ നല്ല ചെരുപ്പ് ധരിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ഇതൊക്കെ അഹങ്കാരമാണോ നബിയെ? ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങളുടെ അടുത്ത് സൗകര്യമുണ്ട്, അപ്പോൾ വില പിടിച്ച ചെരുപ്പിടുന്നുണ്ട്, വില പിടിച്ച വസ്ത്രം ധരിക്കുന്നുണ്ട്, നല്ല നല്ല വീടുകൾ താമസിക്കുന്നുണ്ട്, ഇതൊക്കെ കിബറാകുമോ? നബി പറഞ്ഞു, ഇല്ല, അതൊന്നുമല്ല കിബർ. കിബർ എന്ന് പറഞ്ഞാൽ അൽ കിബറു ബത്റുൽ ഹഖി വഗംതുൽ ബാതിൽ. അൽ കിബറു, അഹങ്കാരം എന്ന് പറയുന്നത് ബത്റുൽ ഹഖി, സത്യത്തെ അവഗണിക്കുക എന്നുള്ളതാണ്. വഗംതുൽ നാസ്, ജനങ്ങളെ ഗംത് ചെയ്യുക പറഞ്ഞാൽ താഴ്ത്തിക്കെട്ടുക. ഓലക്ക ആരാ? ഓലക്ക എന്നായി മുതലാളിയായത് നമുക്കറിയില്ല, അല്ലെങ്കിൽ അവൻ എന്നായി വലിയ ആളായത് ഞമ്മറിയില്ല എന്ന് ജനങ്ങളെ താഴ്ത്തി കെട്ടുക, എന്നിട്ടോ ഹക്കിനെ ചവിട്ടി താഴ്ത്തുക. ഈ രണ്ട് ഗുണം ആരിലുണ്ടോ അവനാണ് മുത്തക്കബ്ബിർ, കിബറുള്ളവൻ. അല്ലാതെ നമ്മൾ കിബറില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വന്നാലും ഒരു കീറിയ കുപ്പായൊക്കെ ഇട്ട് ഒന്നുമില്ലാതെ മാതിരി ഇങ്ങനെ സാധുവായി നടക്കലല്ല വിനയം എന്ന് പറയുന്നത്. സത്യം എവിടെ കണ്ടോ, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. സത്യം ഏത് ഭാഗത്തു കൂടി കയറി വരുന്നോ അവിടേക്ക് കയറി വരാനും സത്യം ഇറങ്ങിപ്പോകേണ്ട അടുത്ത് കൂടി ഇറങ്ങിപ്പോകാനുമുള്ള ഒരു മനസ്സ്, അതാണ് വിനയത്തിൻ്റെ മനസ്സ്. അതാണ് തിൽക്കദ്ദാറുൽ ആഖിറ, ആഖിറത്തിലുള്ള വീട്. നജ്അലുഹ, അതിനെ നാം ആക്കുന്നു, ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി, ഭൂമിയിൽ മേൽക്കോയ്മ ഉദ്ദേശിക്കാത്തവർക്കും വലാ ഫസാദ, ഫസാദ് ഉദ്ദേശിക്കാത്തവർക്കും, വൽ ആഖിബത്തു, അന്ത്യഫലം, ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതാണ്, ഓനേക്കാളും മുന്നിലെത്തണം, ഞങ്ങൾക്ക് മുന്നിലാവണം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് പാടില്ല. അതാണ് ഈ പാർട്ടികളും സംഘങ്ങളും അതുപോലെ വിഭാഗങ്ങളൊക്കെ ആകുമ്പോഴുള്ള ഒരു കുഴപ്പതാണ്. ഒലക്കാളും മുമ്പിൽ ചാടണം, അതിനു വേണ്ടിയുള്ള അഹങ്കാരവും പ്രവർത്തനവും പാടില്ല. അതാണ്. അപ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും ആലോചിച്ച് പഠിച്ചു വെക്കേണ്ട ഒരായത്താണിത്. എപ്പോഴും ഞാൻ മുന്നിലെത്തണം എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ഉണ്ടാവരുത്. കുറച്ച് പിന്നിലാണെങ്കിലും ശരിയുടെ കൂടെ ആയാൽ കുഴപ്പമൊന്നുമില്ല, അതാണ് നല്ലത്. മുന്നിലെത്തി വാശിയും അഹങ്കാരവും അവനേക്കാളും ഒരുപടി മുന്നിൽ ഉഷാറാക്കണം എന്നൊരു മനസ്ഥിതിയല്ല, മത്സരബുദ്ധി അല്ല നമുക്ക് വേണ്ടത്. പിന്നെ അതാ പറയണ്ടത്. പിന്നെ എന്താ വേണ്ടത്?
മൻ ജാഅ ബിൽ ഹസന ഫലഹു ഖൈറും മിൻഹാ. മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു ഹസനത്ത് കൊണ്ടുവന്നാൽ, ഒരു ഹസനത്ത് കൊണ്ടുവരിക പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ, പ്രവർത്തനത്തിൽ, വാക്കിൽ ഒരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു ഖൈറും മിൻഹാ, അതിൻ്റെ ശ്രേഷ്ഠത അവന് കിട്ടും. ഒരു നന്മയെങ്കിലും നമ്മൾ ചെയ്യാം. അതാണ് വമൻ ജാഅ ബിസ്സയ്യിഅതി, എന്നാൽ ഒരാൾ ഒരു തിന്മയും കൊണ്ടുവന്നാൽ ഫലാ യുജ്സല്ലദീന അമലുസ്സയ്യിആതി, തിന്മകൾ ചെയ്തിട്ടുള്ളവർക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതല്ലാതെ. നന്മ ചെയ്തവർക്ക് നന്മൻ്റെ ഖൈറ് കിട്ടും, തിന്മ ചെയ്തവർക്ക് തിന്മൻ്റെ ഖൈറ് കിട്ടും. തിന്മ ചെയ്തിട്ട് നമുക്ക് നന്മ കിട്ടിക്കോളൂന്ന് വിചാരിച്ച് നടക്കാൻ പാടില്ല. തിന്മ ചെയ്താൽ തിന്മ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വാശിയും അഹങ്കാരവും മേൽക്കോയ്മയുമല്ല നമുക്ക് വേണ്ടത് എന്ന് ഖാറൂനിൻ്റെ ചരിത്രത്തിൽ കൂടി അള്ളാഹു പഠിപ്പിച്ചു തരാണ്. ഈ സൂറത്ത് അവസാനിപ്പിക്കാൻ പോവാണ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, അവിടെ ഓതേണ്ടത് നീട്ടി ഓതണം, മദ്. ലറാദ്ദുക ഇലാ മആദ് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, താങ്കളുടെ മേൽ ഈ ഖുർആനിനെ നിർബന്ധമായി ഞാൻ ഇറക്കി തന്നവൻ, നിർബന്ധമായി ഇറക്കി തന്നവൻ. അതായത് നിർബന്ധ കൽപ്പനകളായി ഖുർആനിൽ ഫറളും സുന്നത്തുമായ ഒരുപാട് ഹറാമുകളും ഹലാലുകളും നിർബന്ധ കൽപ്പനകളുണ്ടല്ലോ. ഈ നിർബന്ധ കൽപ്പനകളായി കൊണ്ട് ഖുർആനിനെ ഇറക്കി തന്നവൻ ആരോ ആ ഒരുവൻ ലറാദ്ദുക, നിന്നെ റദ്ദ് ചെയ്യും, നിന്നെ മടക്കും. ഇലാ മആദ്, മടങ്ങിപ്പോകുന്ന പരലോകത്തേക്ക്. മആദ് എന്ന് പറഞ്ഞാൽ മടക്കസ്ഥാനം, അതായത് പരലോകത്തേക്ക് മടക്കിക്കൊണ്ടുവരും. അപ്പോൾ ഈ ഖുർആനിൽ കൂടി ഒരുപാട് ഫറളുകളെയും അല്ലാത്തവയെയും നിനക്ക് വിവരിച്ച് തന്ന അള്ളാഹു ആരാണോ ആ അള്ളാഹു തന്നെയാണ് ലറാദ്ദുക, നിന്നെ മടക്കുക തന്നെ ചെയ്യും. ഇലാ മആദ്, മനുഷ്യന് മടങ്ങിച്ചെല്ലാനുള്ള പരലോകത്തേക്ക്. ഖുൽ, പറയുക, റബ്ബി, എൻ്റെ രക്ഷിതാവ്, അഅ്ലമു മൻ ജാഅ ബിൽ ഹുദാ, സന്മാർഗം കൊണ്ടുവന്നവൻ ആരാണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. റബ്ബി അഅ്ലം, എൻ്റെ റബ്ബ് ഏറ്റവും കൂടുതൽ അറിയും. മൻ, ഒരാളെപ്പറ്റി, ജാഅ ബിൽ ഹുദാ, സന്മാർഗം കൊണ്ടുവന്നവൻ ആരാണെന്ന്, അതായത് സന്മാർഗിയായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവൻ ആരാണെന്ന് എൻ്റെ റബ്ബ് ഏറ്റവും കൂടുതൽ അറിയും. വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരാണ് വ്യക്തമായ ളലാലിലുള്ളവനെന്നും വഴികേടിലുള്ളവനെന്നും അള്ളാഹു അറിയും. അപ്പോൾ ഹിദായത്ത് കിട്ടിയവൻ ആരാണ്, ദലാലത്ത് കിട്ടിയവൻ ആരാണെന്നുള്ളതിന് നമ്മൾ അങ്ങോട്ടും കൊണ്ടും തർക്കിച്ച് മത്സരിച്ച് ഓനേക്കാളും മേലാകാൻ നിൽക്കണ്ട. ഇജല്ല ഹിദായത്ത്, ഞാനാണ്, എന്നാ ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിനൊന്നും നിൽക്കണ്ട. അത് പഠിച്ചോനറിയാം. നമ്മൾ വിനയത്തോടുകൂടി ഒരു നന്മയെങ്കിലും ചെയ്യുക. ഒമാ കുൻത തെർജു, എന്നിട്ട് നീ നബിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഒമാ കുൻത തെർജു, പ്രവാചകരെ താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ല. റജാ യർജു എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്ന. ഒമാ കുൻത തെർജു, താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ല. അൻ യുൽഖാ ഇലൈക്കൽ കിതാബ്, താങ്കളിലേക്ക് ഈ വേദഗ്രന്ഥം ഇറക്കപ്പെടണമെന്ന്. നബി ഇങ്ങനെ ചെറുപ്പത്തിൽ എനിക്കൊരു വേദം കിട്ടിയാൽ നബിയാകാമായിരുന്നു എന്ന് വിചാരിച്ച് ഒരു വേദവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനായിരുന്നില്ല താങ്കൾ. 40 വയസ്സ് വരെ നബിക്ക് അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ വന്നിട്ടില്ല. പിന്നെ ജിബ്രീൽ വന്നപ്പോൾ നബി പേടിച്ച് ബേജാറായി, ജമ്മിലൂനി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് ബോധ്യപ്പെട്ടു ഞാൻ പ്രവാചകനായിരിക്കുന്നു എന്ന്. ഒമാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, വേദം എന്താണെന്നോ ഈമാൻ എന്താണെന്നോ നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് ഒമാ കുൻത തെർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ്, ഒരു വേദഗ്രന്ഥം നിന്നിലേക്ക് യുൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ട് നൽകപ്പെടുക, ഇട്ടുതരിക, ഇട്ടുതരപ്പെടുന്നത് നീ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലാ റഹ്മത്തം മിർ റബ്ബിക്, എന്നാൽ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ് ഈ വേദഗ്രന്ഥം കിട്ടിയത്. ഫലാ തകൂനന്ന, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും ആയിത്തീരരുത്. ലഹീറൻ ലിൽ കാഫിരീൻ, നിഷേധികൾക്ക് സഹായിയായി തീരരുത്. ലഹിർ എന്ന് പറഞ്ഞാൽ പുറം ഭാഗം. അപ്പം കാഫിരീങ്ങൾക്ക് പുറം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങൾക്ക്
നിഷേധികളായ ആളുകൾക്ക് സഹായം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു കാഫർ ഉണ്ടെങ്കിൽ ഓനെ പട്ടിണി എടുക്കുമ്പോൾ സഹായിക്കണ്ടെന്നോ ഓൻ്റെ കൈപിടിക്കണ്ടോ നല്ല അർത്ഥത്തിലല്ല. നേരെ മറിച്ച് തിന്മ ചെയ്യാൻ അവർക്ക് സഹായിയായി നിൽക്കരുത്. നീ വിശ്വാസിയായിക്കൊണ്ട് തന്നെ ജീവിക്കണം. വലാ യസുദ്ദന്നക, നിന്നെ തടയാതിരിക്കട്ടെ. സദ്ദ യസുദ്ദു ഒരുപാട് വട്ടം നമുക്ക് നേരത്തെ പറഞ്ഞതാണ്. വലാ യസുദ്ദന്നക അൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ. ബഅദ ഇദ് ഉൻസിലത് ഇലൈക, നിന്നിലേക്ക് ഇറക്കപ്പെട്ടതിന് ശേഷം, അള്ളാഹുവിൻ്റെ ആയത്ത് നിനക്ക് ഇറക്കി തന്നതിൻ്റെ ശേഷം നിന്നെ ഈ ആയത്തിൽ നിന്ന് ആരും തടയാതിരിക്കട്ടെ. ആരുടെയെങ്കിലും ഭീഷണിയോ ഏതെങ്കിലും പേടിയോ കൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമാവാതിരിക്കട്ടെ. വലാ യസുദ്ദന്നക അൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ. ബഅദ ഇദ് ഉൻസിലത് ഇലൈക, അത് താങ്കളിലേക്ക് ഇറക്കപ്പെട്ട ശേഷം. വദഉ ഇലാ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കലേക്ക് വിളിച്ചുകൊള്ളുക. ദഅ യദഉ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊള്ളുക, ക്ഷണിച്ചുകൊള്ളുക. ദഅവത്ത് പ്രബോധനം. വദഉ ഇലാ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കലേക്ക് താങ്കൾ ക്ഷണിച്ചുകൊള്ളുക, പ്രബോധനം ചെയ്തുകൊള്ളുക. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, താങ്കൾ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരരുത്. വലാ തദ്ഉ മഅ അല്ലാഹ്, ഇതൊക്കെ നബിയോടെ പറഞ്ഞത്. നബി നിങ്ങൾ മുശ്രിക്കാകരുത്, അള്ളാഹുവിൻ്റെ ആയത്ത് നിങ്ങളെ ഒന്നും തടയാൻ പാടില്ല. അപ്പം നബിയൊക്കെ എങ്ങനെ ആവോ? നീ മുശ്രിക്കാകരുത് എന്ന് നബിയോട് അള്ളാഹ് പറയുമ്പോൾ, കാരണം അത്രമാത്രം ശക്ത അപകടമാണ് ശിർക്കിലേക്ക് എത്തുക. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുത്. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് പറഞ്ഞാൽ അല്ലാത്തവരെ ആരാധിക്കരുത്, ആരാധിക്കുന്നവർക്ക് ആ തരത്തിലുള്ള പിന്തുണ നൽകുന്നവരാവരുത്. ശിർക്കിൻ്റെ ഒരു ചെറിയ അംശം പോലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ഇന്ന ശിർക അഖ്ഫാ അലൈക്കും മിൻ ദബീബിൽ നംലി, ഉറുമ്പരിക്കുന്നതിനേക്കാളും രഹസ്യമായി ശിർക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ ആ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ശിർക്കിൻ്റെ അംശമുണ്ടോ, അതൊരിക്കലും നബിയെ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞാൽ നബിൻ്റെ താഴെയുള്ള നമുക്ക് പിന്നെ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ലല്ലോ. വലാ തദ്ഉ മഅ അല്ലാഹി, താങ്കൾ അള്ളാഹുവിൻ്റെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുത്. ഇലാഹൻ ആഖറ, വേറെ ഒരു ഇലാഹിനോട്. അള്ളാഹിൻ്റെ പുറമെ വേറൊരു ഇലാഹ് ഉണ്ട്, എന്നിട്ട് ഓനോട് വിളിക്കരുത് എന്നല്ല അള്ളാഹ് പറയുന്നത്. അള്ളാഹിൻ്റെ പുറമെ കുറേ ഇലാഹ് നാട്ടിലുണ്ട്, അവരോട് വിളിക്കരുത് എന്നല്ല. അള്ളാഹുവിൻ്റെ പുറമെ ആരൊക്കെ നീ വിളിച്ചു തേടുന്നുണ്ടോ അവനിൻ്റെ ഇലാഹാണ്, അതിൻ്റെ ഇലാഹാണ് അവൻ. വിളിച്ചു തേടപ്പെടുന്നവൻ ഇലാഹാണ്. അത് ഷെയ്ഖായിരുന്നാലും മുരീദായിരുന്നാലും മഹാന്മാരായിരുന്നാലും അവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ തേടുകയാണോ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊരു ഷെയ്ഖിനെ വിളിച്ച്, ഒരു പ്രവാചകനെ വിളിച്ച്, മലക്കിനെ വിളിച്ച് തേടിയാൽ ആ പ്രവാചകൻ, മലക്ക്, ഷെയ്ഖ് ഇലാഹായി മാറും. അതുകൊണ്ട് വലാ തദ്ഉ മഅ അല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ നീ വിളിച്ചു തേടരുത്. ഇലാഹൻ ആഖറ, വേറൊരു ഇലാഹിനെ. വിളിച്ചു തേടപ്പെടുന്ന ഇലാഹ് അള്ളാഹ് മാത്രമേ ഉള്ളൂ. അതാ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറൊരു ഇലാഹ് ഇല്ല. വേറൊരു ഇലാഹിനോട് വേറൊരാളോട് നീ തേടിയാൽ അത് അള്ളാഹിൻ്റെ കൂടെയുള്ള ഇലാഹായി മാറും. അതാണ് പടച്ചോനല്ലാത്ത പോലെ വിളിച്ചു പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ടത്. പക്ഷെ ആൾക്കാർക്ക് ബോധ്യമാണില്ല. ഒലെന്നാലും എന്താണ് അവിടെ ഒരു വഖഫാണ്, ഒരു എല്ലാം ഒന്ന് വെക്കാന്നുള്ളതാണ്. വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ഇലാഹ ഇല്ലാഹു, അതാണ്. അല്ലാഹുവല്ലാതെ ഇലാഹില്ല. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത ആരോടും വിളിച്ചു തേടണ്ട, അത് ഇലാഹായി മാറും. അതുകൊണ്ട് പാടില്ല. അല്ലാഹ് മാത്രമേ ഇലാഹുള്ളൂ. കുല്ലു ഷൈഇൻ ഹാലികുൻ, എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. ഇല്ലാ വജ്ഹഹു, അള്ളാഹുവിൻ്റെ വജ്ഹ് അല്ലാതെ. അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖമല്ലാതെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ മറ്റെല്ലാം നശിക്കും. അതിൽ പ്രവാചകന്മാരും മലക്കുകളും എല്ലാം നശിക്കും. അല്ലാഹയല്ലാത്ത, അതാണ്. ലഹുൽ ഹുക്മു, അവനാണ് അധികാരം. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. അപ്പോൾ നല്ല കുറേ പാഠങ്ങൾ നൽകി അവസാനം
തൗഹീദിൽ അവസാനിപ്പിച്ചുകൊണ്ടാണ് നബിയോട് പോലും ശിർക്കിൻ്റെ അംശം കലരാതെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന അവസ്ഥയില്ലാതെ ജീവിക്കണം. മരിച്ചു പോകും, എല്ലാം നശിക്കും, അള്ളാഹ് മാത്രമാണ് പരമാധികാരി എന്ന താക്കീതോടുകൂടിയാണ് ഈ സൂറത്ത് അവസാനിച്ചത്. ഇതനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.